ഇന്ന് നിരവധി ആളുകൾ അവരുടെ വാഹനത്തിന്റെ ഇൻഷുറൻസ് സ്വയം തന്നെ ഓൺലൈനിൽ പുതുക്കാറുണ്ട്. അങ്ങനെ പുതുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് വലിയൊരു അപകടം ആ ഇൻഷുറൻസിലുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് ആന്റണി തോമസ്, ഞാൻ ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഇപ്പോൾ ഒരു വാഹനം ഇൻഷുർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒന്ന് ആ വാഹനത്തിൻ്റെ വണ്ടിയുടെ വില, രണ്ടാമത് അതിൻ്റെ CC. ഇത് രണ്ടുമാണ് അതിൽ പ്രധാനമായിട്ടും നോക്കുക. അപ്പോൾ അതിലെ CC കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. CC എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് കാറാണെങ്കിൽ ആ പ്രൈവറ്റ് കാറിൻ്റെ തേർഡ് പാർട്ടി പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതേപോലെ ഫുൾ കവർ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൽ CC കണക്കാക്കിയിട്ടാണ്. ആ CC ഇങ്ങനെയാണ് വരുന്നത്: 999 CC വരെ ഒരു സ്ലാബ്, 1000 CC മുതൽ 1499 CC വരെ അടുത്ത സ്ലാബ്, 1500 മീതെ ഏറ്റവും ഉയർന്ന സ്ലാബ്, പിന്നെ അതിന് മീതെ സ്ലാബില്ല. അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ അതിൽ വരുന്നൊരു മിസ്റ്റേക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് വാഗണർ കാറ്, മാരുതിയുടെ വാഗണർ കാറ് രണ്ട് വേരിയന്റിൽ വരുന്നുണ്ട്. ഒന്ന് 1061 CC വരുന്നുണ്ട്, മറ്റൊന്ന് 998 വരുന്നുണ്ട്. അപ്പം നമ്മളിത് ഓപ്ഷൻ എടുക്കുന്ന സമയത്ത്, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് ഈ ഓപ്ഷൻ കിട്ടാതെ ഒരുപാട് സ്ക്രോൾ ചെയ്താലാണ് ചിലപ്പോൾ ഈ യഥാർത്ഥ 998 ഒരു മോഡൽ കിട്ടുക. നമുക്ക് ചിലപ്പോൾ വരുന്നത് കംപ്ലീറ്റ് 1061 മോഡലാവും വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മൊബൈലിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ 1061 കാറ് നിങ്ങൾ 998 നിങ്ങൾ ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടിക്ക് എന്തെങ്കിലും അപകടം പറ്റിയൊരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് പൈസ തരില്ല. കാരണം നിങ്ങൾ പ്രീമിയം കുറയ്ക്കാൻ വേണ്ടി അതിൻ്റെ CC മാറ്റി നിങ്ങൾ ചെയ്തു എന്നാണ് ഇൻഷുറൻസ് കമ്പനി പറയുക. അതേപോലെ ഇപ്പോൾ ബൈക്ക്, ടൂ വീലർ നമുക്കറിയാം. ഇപ്പോൾ പൾസർ വണ്ടിയുണ്ട്, പൾസർ 150 CC 160 CC 180 CC 200 CC 200 മീതുള്ള CC. അപ്പം ഇതിൽ 150 CC വരെയാണെങ്കിൽ ഒരു സ്ലാബാണ്, 151 തൊട്ട് 350 വരെ അടുത്ത സ്ലാബാണ്, 350 മീതെ അടുത്ത സ്ലാബ്. അപ്പം നമ്മളിത് ഇപ്പം 180 ഒരു പൾസർ വണ്ടി നമ്മൾ ഇൻഷുർ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മളത് 180 പകരം 150 നമ്മൾ ഓപ്ഷൻ എടുത്ത് കിടക്കുക. അതിലുണ്ട് ഒരുപാട് 150 CC 160 CC 180 CC ഒക്കെ അതിലുണ്ട്. നമ്മൾ ബജാജിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ, ടൂ വീലർ ബജാജിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ വരും. പൾസറുകൾ ഒരുപാട് പൾസറുകൾ വരും. അപ്പം അതിലൊന്നും ശ്രദ്ധിക്കാതെ അറിയാതെ നമ്മൾ 150 CC ആണ് നമ്മൾ ഓപ്റ്റ് ചെയ്തെങ്കിൽ ആ വണ്ടി 200 CC ആയിരിക്കും, അല്ലെങ്കിൽ 150 CC ആയിരിക്കും. ആ വണ്ടിക്ക് ഒരു ക്ലെയിം വരുന്ന സമയത്ത് ഇൻഷുറൻസ് കമ്പനി ആ ക്ലെയിം റിജക്റ്റ് ചെയ്യും. അപ്പോൾ അതിനാൽ തന്നെ നമുക്ക് ചെറിയ പ്രീമിയം കുറച്ച് കുറവ് കിട്ടും. ഇപ്പോൾ 160 CC വണ്ടിക്ക് തേർഡ് പാർട്ടി പ്രീമിയം വരുന്നത് 1937 രൂപയാണ്. എന്നാൽ 150 CC ആണെങ്കിൽ 1167 രൂപയാണ്. അപ്പം നമുക്ക് ഏകദേശം ഒരു 700-700 ചില്ലാൻ രൂപ നമുക്ക് ലാഭം കിട്ടിയെന്ന്. പക്ഷേ ഒരു ക്ലെയിം വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ വല്ലാതെ ബാധിക്കും. അതുപോലെ കാറിന് 999 CC വരെയുള്ള ഒരു പ്രൈവറ്റ് കാറിന് തേർഡ് പാർട്ടി പ്രീമിയം 2855 രൂപയാണ്. എന്നാൽ 1000 CC മുതൽ 1500 CC ഇടയ്ക്ക് വരുന്ന വാഹനത്തിന് 4415 രൂപയാണ്. അപ്പം നമ്മൾ ഈ 4415 പ്രീമിയം വരുന്ന സ്ഥാനത്താണ് നമ്മൾ ഈ 2855 പ്രീമിയം എടുത്തത്. കാരണം CC ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളൂ, നമ്മൾ മനഃപൂർവ്വം അതിനെ ചെയ്തിട്ടുണ്ടാകുക. അപ്പം അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ CC ആണ് അതിനെ പ്രധാനമായിട്ടും അതിൻ്റെ പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻഷുറൻസ് കമ്പനി എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓൺലൈനിൽ പോളിസി എടുക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ഞാൻ അതിന് മുൻപ് വേറെ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡ്രൈവറുടെ കവറേജ്, അതുപോലെ ഓണർ കം ഡ്രൈവറുടെ കവറേജ്, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നിങ്ങൾ ചെയ്യണതിന് തടസ്സമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ ഒരുപാട് സംവിധാനമുണ്ട്. ഒരു ദിവസം നോക്കണ്ട, മാസം നോക്കണ്ട, സമയം നോക്കണ്ട, 24 മണിക്കൂറും പ്ലാറ്റ്ഫോം ഒക്കെ ഓണാണ്. പക്ഷേ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ വരാൻ പോകുന്ന വലിയ ഒരു ക്ലെയിം വരുന്ന സമയത്ത് ഇതൊക്കെ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ പേര് ആന്റണി തോമസ്. ഞാൻ LIC ഏജന്റാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ഏജന്റാണ്, മോട്ടോർ ഇൻഷുറൻസ് ഏജന്റാണ്. ഇൻഷുറൻസ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങളൊരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ, വോയിസ് ഇട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ പേരും സ്ഥലം വെച്ചിട്ട് വോയിസിൽ പരമാവധി കമൻറ്റ് ചെയ്യാതിരിക്കുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ വേറെ ഒന്നും ഐഡിയ ഒന്നുമില്ല. നമുക്ക് എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ മാർഗ്ഗമില്ല. കാരണം നമുക്ക് കുത്തിപ്പിടിച്ച് ടൈപ്പ് ചെയ്ത് നിൽക്കാനുള്ള സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് വോയിസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അറിയുന്ന മറുപടി ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് LIC പോളിസിയോ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയൊക്കെ ചേരാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം വെച്ചിട്ട് നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നിരവധി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഞാനിത് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ഗുഡ് ബൈ.